إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറ അശ്ശൂറാ 51-52 വചനങ്ങളുടെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ഖാലു അവർ പറഞ്ഞു, ആ സാഹിറുകൾ ഇപ്പോൾ സത്യവിശ്വാസികളായി മാറിയ ആ മയാചാലക്കാൾ പറയുകയാണ്, ഒരു ദോഷവുമില്ല, അല്ലെങ്കിൽ ഒരു വിരോധവുമില്ല, നീ ഏത് രൂപത്തിൽ ശിക്ഷിക്കുകയാണെങ്കിലും ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. ഇന്നാ നിശ്ചയമായും ഞങ്ങൾ ഇലാ റബ്ബിന ഞങ്ങളുടെ റബ്ബിങ്കലേക്ക് മുൻകലിബൂൻ മടങ്ങിച്ചെല്ലുന്നവരാകുന്നു. ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിങ്കലേക്ക് മടങ്ങിച്ചെല്ലുന്നവരാകുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു മനപ്രയാസവുമില്ല. നീ നിന്റെ ദേഹേച്ഛപ്രകാരം എന്തു വേണമെങ്കിലും ചെയ്തുകൊള്ളൂ എന്നാണ് ആ സത്യവിശ്വാസികൾ ഉറച്ച സ്വരത്തിൽ പറയുകയാണ്. അടുത്താത്തിൽ നോക്കൂ നിങ്ങൾ. ഇന്നാനത്തുമൗ ഞങ്ങൾ ആശിക്കുന്നു റബ്ബുന ഞങ്ങളുടെ റബ്ബ് ഞങ്ങൾക്ക് പുറത്തു തരുന്നതിന് ഖതായാന ഞങ്ങളുടെ ദോഷങ്ങളെ, ഒരുപാട് ദോഷങ്ങൾ ഞങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, അതൊക്കെയും ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് പുറത്തു തരാൻ ഞങ്ങൾ ആശിക്കുകയും ചെയ്യുന്നു. അൻകുന്ന അവ്വലൽ മുഅ്മിനീൻ ഞങ്ങൾ സത്യവിശ്വാസികളിൽ ആദ്യക്കാരായതിനാൽ ഞങ്ങൾക്കതൊക്കെയും പുറത്തു കിട്ടാൻ ഞങ്ങൾ ആശിക്കുകയാണെന്നാണ് ആ സാഹിര്യങ്ങൾ ഫറോവയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുന്നത്. ഞങ്ങൾ ഒരിക്കലും ഇതിൽ നിന്നും പിന്മാറില്ല, ഞങ്ങൾ അടിയുറച്ചു നിൽക്കുകയാണ്, ഞങ്ങൾക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഈ രൂപത്തിലുള്ള ചരിത്ര കഥകളാണ് മൂസാ നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട് ലോക മുസ്ലിമീങ്ങൾക്കും ലോക ജനങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ കൂടി പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇത് നോക്കൂ നിങ്ങൾ. ഈ രൂപത്തിൽ ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കെട്ടുകുടുക്കളുമില്ലാത്ത, യാതൊരു തരത്തിലുള്ള സംശയത്തിനും ഇടയില്ലാത്ത വിധം കൃത്യമായും വ്യക്തമായും സന്മാർഗം, നേരായ മാർഗം സിറാത്തുൽ മുസ്തഖീം അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് ഇത്തരം വചനങ്ങളിൽ കൂടി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.